വയനാട് തലപ്പുഴയിൽ കുഴിബോംബ് മക്കിമല മേഖലയിലാണ് കുഴിബോംബ് കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്തി വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുർജിത്ത്, ബോംബ് നിർവീര്യമാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമായിരിക്കുന്നത്. കുഴിബോംബാണ് കണ്ടെത്തിയത്. ഇത് മക്കിമല പ്രദേശത്ത്, അതായത് മാവോയിസ്റ്റുകൾ സ്ഥിരമായി വന്നു പോകുന്ന പ്രദേശമാണിത്. ഇവിടെയാണ് കുഴിബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ തണ്ടർബോൾട്ട് ഉൾപ്പെടെ ആ മേഖലയിലൂടെ പോകുന്ന വഴിയാണ്. ആ വഴിയിലാണ് ഇത്തരത്തിൽ ബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. അത് നിർവീര്യമാക്കിയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലൂടെ നടക്കുമ്പോഴാണ് അസാധാരണമായ ചില കുഴികൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കുഴികൾ പരിശോധിച്ചപ്പോഴാണ് ബോംബാണെന്ന് വ്യക്തമായത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇത് പുറമെ നിന്ന് നിയന്ത്രിക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാവുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മമായ പരിശോധന നടത്തിക്കഴിഞ്ഞു. അതിനുശേഷം അത് നിർവീര്യമാക്കി എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇത് തലപ്പുഴ എന്ന് പറയുന്നത്, ഈ മക്കിമല എന്ന് പറയുന്നത് സ്ഥിരം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ്. അതായത് കബനി ദളമായി മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ബോംബുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഏത് തരത്തിൽ ആര് വെച്ചു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരമൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പക്ഷേ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ്. ഇനി മാവോയിസ്റ്റുകളാണോ വെച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടത് പോലീസാണ്. എന്തായാലും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. കാരണം ഇത് ഒരു കുഴി, ഈ മക്കിമല ഭാഗത്ത് ഒരു വയൽ പോലുള്ള ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ അതിർത്തിയിൽ ഫെൻസിംഗ് ഉണ്ട്. ആ ഫെൻസിംഗിന് അപ്പുറം വനമേഖലയാണ്. ആ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത്, അതായത് ആളുകൾ സ്ഥിരമായി പോകുന്ന വഴിയാണ്. ആളുകൾ എന്ന് പറയുമ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനം സ്ഥിരമായി ആ വഴി പോകുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഉള്ള ഒരു കുഴിബോംബ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ തണ്ടർബോൾട്ട് സംഘം ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധനയും പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും അതിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ ഏതാനും ഒരു ആഴ്ചകൾക്ക് മുമ്പ് മാവോയിസ്റ്റുകൾ ഈ മേഖലയിൽ എത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. കാരണം അവിടെ നിരന്തരം മാവോയിസ്റ്റുകൾ വന്നു പോകുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നതാണ്. മാത്രമല്ല, ഇതിനടുത്ത് ഈ മക്കിമലയ്ക്ക് അടുത്ത് ഉള്ള പ്രദേശത്തെല്ലാം തന്നെ മാവോയിസ്റ്റുകൾ, അവിടെ റിസോർട്ടിൽ ഉൾപ്പെടെ മാവോയിസ്റ്റുകൾ എത്തിയതായിട്ടുള്ള നേരത്തെ വിവരങ്ങളും വാർത്തകളും എല്ലാം തന്നെ പുറത്ത് വന്നിട്ടുള്ളതുമാണ്. കമ്പമല എന്ന് പറയുന്ന പ്രദേശം മക്കിമലയ്ക്ക് അടുത്താണ്. അവിടെ കോളനി കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റുകൾ സ്ഥിരമായി എത്താറുണ്ട് എന്നുള്ള തരത്തിലുള്ള വയനാട് തലപ്പുഴയിലാണ് കുഴിബോംബ് കണ്ടെത്തിയത്. അത് തണ്ടർബോൾട്ട് എത്തി നിർവീര്യമാക്കി കഴിഞ്ഞു. മക്കിമല മേഖലയിലാണ് കുഴിബോംബ് കണ്ടെത്തിയത്. സ്ഥിരമായി മാവോയിസ്റ്റുകൾ വന്നു പോകുന്ന മേഖലയാണ്. പോലീസ് ചുറ്റുന്ന ഇടത്താണ് കുഴിബോംബ് കണ്ടെത്തിയത് എന്നതാണ് വിവരം. നിലവിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന വിവരം കൂടി സുർജിത്ത് അയ്യപ്പൻ നൽകുന്നു.